നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തൈക്കാട്ടുശ്ശേരി റെയിൽവേ ഗേറ്റ് അടച്ചില്ല. സ്കൂൾ വാൻ ഡ്രൈവറുടെ മനസാന്നിധ്യം കൊണ്ട് വൻ ദുരന്തം ഒഴിവായി. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൊട്ടുച്ചിറ DMLP സ്കൂളിൽ ഗാന്ധി വിജ്ഞാന സദസ്സ് സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട കാർളം കീഴ്ത്താണിയിൽ തെരുവുനായ ആക്രമണത്തിൽ 6ഓളം പേർക്ക് പരിക്കേറ്റു. തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 6 മണി വരെ ഡോക്ടർമാരുടെ സേവനം നിർബന്ധമായും ഉണ്ടാകണമെന്ന നിർദ്ദേശം കാറ്റിൽ പറത്തി സമയക്രമം പാലിക്കാതെ കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നതിൽ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. തൈക്കാട്ടുശ്ശേരി റെയിൽവേ ഗേറ്റ് അടച്ചില്ല. സ്കൂൾ വാൻ ഡ്രൈവറുടെ മനസാന്നിധ്യം കൊണ്ട് വൻ ദുരന്തം ഒഴിവായി. വല്ലച്ചിറ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വാൻ ഡ്രൈവറായ വിജയകുമാറിന്റെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് വൻ ദുരന്തം ഒഴിവായത്. തലൂർ ഭാഗത്തു നിന്ന് കുട്ടികളുമായി വല്ലച്ചിറയിലെ സ്കൂളിലേക്ക് വരുമ്പോഴായിരുന്നു സംഭവം. തൈക്കാട്ടുശ്ശേരി ഗേറ്റ് തുറന്നു കിടക്കുന്നതിനാൽ സ്കൂൾ വാൻ എടുത്ത് പകുതിയോളം ഭാഗത്ത് എത്തിയപ്പോഴാണ് ട്രാക്കിലൂടെ തൃശൂർ ഭാഗത്തു നിന്ന് തീവണ്ടി വരുന്നത് കണ്ടത്. സ്കൂൾ വാനിലെ കുട്ടികൾ ബഹളം വയ്ക്കുകയും ചെയ്തു. എന്നാൽ തീവണ്ടി ഗേറ്റ് എത്തുന്നതിനേക്കാൾ 200 മീറ്റർ മുമ്പ് നിൽക്കുകയായിരുന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗേറ്റ് അടയ്ക്കുന്നതിനുള്ള സിഗ്നൽ കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അതായത് യെല്ലോ സിഗ്നൽ കിടക്കായിരുന്നു. ഗേറ്റ് തുറന്നു കിടക്കുന്നതുകൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ വണ്ടി എടുത്ത് പോവുകയാണ് ചെയ്യാറ്. കയറി ഫസ്റ്റ് ട്രാക്ക് കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടിയുടെ സിഗ്നൽ കിട്ടി തുടങ്ങി. റെഡ് ആവുകയും ചെയ്തു, റെഡ് സിഗ്നൽ വീഴുകയും ചെയ്തു. ട്രെയിൻ ഒരു 300 മീറ്ററിന് അകലെ എത്തുകയും ചെയ്തു. എത്തിച്ചപ്പം സ്വാഭാവികമായിട്ട് കുട്ടികൾ പരിഭ്രമിച്ചു. അപ്പോൾ അത് പെട്ടെന്ന് എനിക്കും ഒച്ചയും ബഹളമായപ്പം ഞാൻ ചവിട്ടുകയും ചെയ്തു, പെട്ടെന്ന് വണ്ടി എടുക്കുകയും ചെയ്തു. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. പിന്നെ വണ്ടി എത്തുന്നതനുസരിച്ച് നമുക്ക് കാല് കൊടുത്തിട്ട് വണ്ടി മുമ്പോട്ട് പോകണമില്ല. മനുഷ്യൻ്റെ വെപ്രാളം കൊണ്ടേ. അപ്പം ഞാനത് വീണ്ടും കാല് കൊടുത്ത് വണ്ടി എടുത്തു ഗേറ്റിനപ്പുറത്ത് കടന്നു. ഞാൻ ചേച്ചിയോട്, ഗേറ്റിലെ ലേഡിയായിരുന്നു, ആ ചേച്ചിയോട് വിളിച്ചു പറഞ്ഞു, ചേച്ചിയെ ഗേറ്റ് അടച്ചോളുന്നുണ്ട്. ഇനി കൈ കാണിച്ചു. എന്താ വേറൊന്നും ഞാൻ പറഞ്ഞില്ല. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൊട്ടുച്ചിറ DMLP സ്കൂളിൽ ഗാന്ധി വിജ്ഞാന സദസ്സ് സംഘടിപ്പിച്ചു. ഗാന്ധി ദർശൻ വേദി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ VA വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത അനിലൻ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം ചെയർമാൻ KB പ്രമോദ്, പ്രധാനാധ്യാപിക നിസി T തോമസ്, AY മുനീറ, വർഷ മനോഹരൻ എന്നിവർ സംസാരിച്ചു. കാർളം കിഴുത്താണിയിൽ തെരുവുനായ ആക്രമണത്തിൽ 6ഓളം പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് കാർളം 6ാം വാർഡ് കിഴുത്താണിയിൽ രോമം കൊഴിഞ്ഞ നിലയിൽ ഉള്ള ഒരു തെരുവുനായ് നിരവധി പേരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. കീഴ്ത്താണി സ്വദേശികളായ ഐക്കരപ്പറമ്പിൽ 60 വയസ്സുള്ള സുനന്ദ, കൂട്ടാലയ്ക്കൽ 28 വയസ്സുള്ള ശ്രീകുട്ടൻ, കുഞ്ഞാലിക്കാട്ടിൽ 49 വയസ്സുള്ള സെന്തിൽകുമാർ, കുന്നത്തുപറമ്പിൽ 80 വയസ്സുള്ള സൗദാമിനി, വെട്ടിയാട്ടിൽ 53 വയസ്സുള്ള അനിത, പുല്ലൂർ സ്വദേശി വെളുത്തെടുത്ത് പറമ്പിൽ 53 വയസ്സുള്ള രമ എന്നിവർക്കാണ് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇവരെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. വഴിയിലൂടെ നടന്നു പോകുന്നവരെയും വീട്ടിൽ ഇരിക്കുകയായിരുന്ന വയോധികയടക്കം പ്രകോപനമില്ലാതെയാണ് നായ ആക്രമിച്ചത്. പ്രദേശത്തെ നിരവധി വളർത്തുമൃഗങ്ങളെയും നായ ആക്രമിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപിന്റെ നേതൃത്വത്തിൽ അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് തളിക്കുളത്തു നിന്നുള്ള ഡോഗ് റെസ്ക്യൂ വിദഗ്ധരെത്തി നായയെ പിടികൂടി. നായയെ ഒരാഴ്ചക്കാലം കൂട്ടിലടിച്ച്
നിരീക്ഷിക്കുവാനാണ് തീരുമാനം. പട്ടിയുടെ വരുമ്പോൾ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചപ്പോൾ പട്ടിയിൽ നിന്ന് കാണിച്ചപ്പോൾ അത് വന്ന് കടിക്കുക ചെയ്ത് കടിച്ച് ഞാൻ മുണ്ട് കൊടുത്തായിരുന്നു. കടിച്ച് മുണ്ടടക്കം വായിൽ പെട്ട് പട്ടി പിന്നെ മുണ്ടും കൊണ്ട് അങ്ങോട്ട് ഓടി. ഭാര്യയും കിടാവുണ്ടായിരുന്നു. കിടാവിന് വേഗം ഭാര്യ പൊക്കി പിടിച്ചാറുകൊണ്ട് അവരെ കടിച്ചില്ല. നേരെ റോട്ടിൽ നമ്മളെ പട്ടീനെ അങ്ങോട്ട് ആട്ടുമ്പോൾ അങ്ങോട്ട് പോവില്ലേ. വീട്ടിൽ നേരെ പോയില്ല, നേരെ ഇങ്ങോട്ട് വന്നു. പക്ഷെ കടിക്കുന്നുള്ള കാര്യം ഉണ്ടായില്ല. അതിൽ പോയിക്കോളെന്ന് വിചാരിച്ചേ. പക്ഷെ എടുത്തിട്ട് ഒരു കടി കടിച്ചു. ഈ നായിന് എല്ലാവരും തന്നെ പറയണം ആ കളറ് നായാണ് പറയുന്നത്. പലരും പല സമയത്താണ്. എന്നെ 2 കാലം എടുത്ത് കടിച്ചു. ബാക്കി 1.20 കടിച്ചവരുണ്ട്. 2:40, 2:45. അടുത്തുപുറത്തുള്ള വീടുള്ള ആളുകൾ തന്നെയാണ്. അതെ അതെ. 1:40 കടിച്ച്. എത്ര പേർക്ക് കടിയിട്ടുണ്ട്? 5-6 പേര് വന്നിട്ടുണ്ട്. 6 പേര് വന്നിട്ടുണ്ട്. ഈ റോട്ടിലേക്ക് പട്ടി കടന്നുണ്ട്. എങ്ങോട്ട് പോയത് കണ്ടില്ല. ഇല്ല, റോട്ടിൽ കടന്നു. തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 6 മണി വരെ ഡോക്ടർമാരുടെ സേവനം നിർബന്ധമായും ഉണ്ടാകണമെന്ന നിർദ്ദേശം കാറ്റിൽ പറത്തി സമയക്രമം പാലിക്കാതെ കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നതിൽ പ്രതിഷേധം. തളിക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പനിയും പകർച്ചവ്യാധി രോഗങ്ങളും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ സമയം ഡോക്ടർമാരുടെ സേവനം ഉണ്ടാകേണ്ട സമയത്താണ് ജീവനക്കാർക്ക് തോന്നിയ പോലെ കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നതെന്നും നിലവിൽ 3 ഡോക്ടർമാരാണ് ഉള്ളതെങ്കിലും 6 മണിവരെ ആശുപത്രി പ്രവർത്തനം ഇല്ലാത്ത സ്ഥിതിയാണെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. നമുക്കറിയാം 5 മണിക്ക് ശേഷമാണ് കൂലിപ്പണിക്ക് പോകുന്നവർ സാധാരണ 5 മണിക്ക് പണി കഴിഞ്ഞാൽ അവർ ഡോക്ടറെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഡോക്ടറില്ല. പകരം അവരെങ്ങോട്ട് പോകണം? പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകണം, അല്ലെങ്കിൽ പ്രൈവറ്റായിട്ട് ഇവിടെ ഇരിക്കുന്ന ഡോക്ടർമാരുടെ അരികിലേക്ക് പോകണം. ഒരു സാധാരണക്കാരനെന്ന് അങ്ങനെയുള്ളൊരു ഡോക്ടറെ കാണണമെങ്കിൽ ചുരുങ്ങിയത് 250-300 രൂപ ഡോക്ടർക്ക് ഫീസ് കൊടുക്കുകയും അവിടെ നിന്ന് മരുന്ന് മേടിക്കുമ്പോൾ ഏകദേശം 600-700 രൂപയോളം ഒരു സാധാരണ കൂലിപ്പണിക്കാരന് വരും എന്നുള്ളത് കൊണ്ട് തന്നെ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതുപോലെയുള്ള സമരം നടത്തി ഈ പഞ്ചായത്തിനൊരു മുന്നറിയിപ്പ് നൽകിയത്. തുടർന്ന് മെഡിക്കൽ ഓഫീസറുമായി ജനപ്രതിനിധികളും കോൺഗ്രസ് നേതാക്കളും സംസാരിച്ചതിനെ തുടർന്ന് 6 മണിവരെ പരിശോധന ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകി. പ്രതിഷേധ സമരം നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൗക്കത്തിൽ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് തളിക്കുളം മണ്ഡലം പ്രസിഡന്റ് PS സുൽഫിക്കർ അധ്യക്ഷത വഹിച്ചു. മുൻ മണ്ഡലം പ്രസിഡന്റുമാരായിരുന്ന ഗഫൂർ തളിക്കുളം, CV ഗിരി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിൻഡ സുഭാഷ് ചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുമന ജോഷി, ജീജ രാധാകൃഷ്ണൻ, ഷൈജ കിഷോർ, പ്രവാസി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PK അബ്ദുൽ ഖാദർ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നീതു പ്രേംലാൽ, കുടുംബശ്രീ ചെയർപേഴ്സൺ മീന രമണൻ, കോൺഗ്രസ് നേതാക്കളായ AC പ്രസന്നൻ, KS രാജൻ, TU സുഭാഷ് ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം കൂരിക്കുഴി കമ്പനിക്കടവ് ബീച്ചിൽ വീണ്ടും അപകടം. മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് 2 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 6:30യോടെയാണ് സംഭവം. മത്സ്യബന്ധനത്തിനായി മൂടുവെട്ടി വള്ളം കടലിലേക്ക് ഇറക്കുന്നതിനിടെ വൻ തിരമാലയടിച്ച് വള്ളം മറിയുകയായിരുന്നു. അരവീട്ടിൽ പ്രേമന്റെ ഉടമസ്ഥതയിലുള്ള കൃഷ്ണ എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. വള്ളത്തിലുണ്ടായിരുന്ന പോണത്ത് രാജേഷ്, കുഞ്ഞിലോല പറമ്പിൽ മുരളി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വള്ളം ഭാഗികമായി തകർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും വള്ളം മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റിരുന്നു. അതിരപ്പള്ളിയിൽ ആംബുലൻസിന് നേരെ പാഞ്ഞെടുത്ത കാട്ടുകൊമ്പൻ കബാലി. തിങ്കളാഴ്ചയായിരുന്നു അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ പരിഭ്രാന്തി പരത്തി കബാലിയുടെ വിളയാട്ടം. വൈകുന്നേരം 1 മണിക്കൂർ ആനമല റോഡിൽ നിലയുറപ്പിച്ച ആന മറ്റു വാഹനങ്ങളെയും തടഞ്ഞിട്ടു. ഇതിനിടെ ആംബുലൻസിന് നേരെ കാബാലി പാഞ്ഞെടുത്തു. അടിച്ചിൽ തൊട്ടി ഊരിലെ 2 രോഗികളെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷം തിരികെ മലക്കപ്പാറയിലേക്ക് വന്നിരുന്ന ആംബുലൻസിനാണ് കാട്ടാന തടഞ്ഞിട്ടത്. ഇന്നലെ ഒരു 1:45-2 മണിയോടുകൂടിയാണ് ചാലക്കുടിയിൽ നിന്ന് പോരുന്നത്. ഞാൻ വണ്ടി കൊണ്ട് അടിച്ചുതൊട്ടി കോളനിയിൽ നിന്ന് 2 പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അവരെ ഹോസ്പിറ്റലിലാക്കിയിട്ട് റിട്ടേൺ അടിച്ചുതൊട്ടി കൊണ്ട് അവരെ കോളനിയിലാക്കിയിട്ട് തിരിച്ച് മലക്കപ്പാറയ്ക്ക് വരുന്ന വഴിക്കാണ് കബാലി തടഞ്ഞത്. ഒരു 4:30 ആ സമയമായിട്ടുണ്ട്. 1 മണിക്കൂറോളം എന്നെ തടഞ്ഞിട്ടു. എൻ്റെ പുറകിലും ഓപ്പോസിറ്റൊക്കെ ആയിട്ട് കുറേ വണ്ടികളുണ്ടായിരുന്നു, ടൂറിസ്റ്റ് വണ്ടികളുണ്ടായിരുന്നു. ആനയുടെ വിളയാട്ടം മൂലം നിരവധി വാഹനങ്ങളും വിനോദസഞ്ചാരികളും 1 മണിക്കൂറോളം വഴിയിൽ കുടുങ്ങി. പിന്നീട് സ്വമേധയാ ആന കാട് കയറിയതിനു ശേഷമാണ് റോഡ് ഗതാഗത യോഗ്യമായത്.
തൃത്തല്ലൂരിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ സഹചാരി സെന്റർ പ്രവർത്തകനായ ജാബിറിന്റെ ഓട്ടോറിക്ഷയിലെ ചൊവ്വാഴ്ച ഓടിയ മുഴുവൻ തുകയും കഴിഞ്ഞ ദിവസം പുലർച്ചെ അരുമ്പൂരിൽ തെങ്ങിൽ ബൈക്കിടിച്ച് അത്യാസന്ന നിലയിൽ ചികിത്സയിൽ കഴിയുന്ന ബസ് ഡ്രൈവറായ ബൈക്ക് യാത്രികൻ കൈപ്പള്ളി വലിയ പുരയ്ക്കൽ വീട്ടിൽ നിജിലിന്റെ ചികിത്സയ്ക്കായി മാറ്റിവെച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ 5:40 എറവ് കൈപ്പള്ളി റോഡിൽ എറവ് അകമ്പാടത്തിന് സമീപത്തായിരുന്നു നിജിന് അപകടം സംഭവിച്ചത്. രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വീണ തെങ്ങാണ് അപകടമുണ്ടാക്കിയത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന തെങ്ങ് കടപുഴകി ഗേറ്റ് തകർത്ത റോഡിന് കുറുകെ വീഴുകയായിരുന്നു. റോഡിൽ നിന്ന് 4 അടിയോളം മുകളിലേക്ക് ഉയർന്ന തടസ്സമായി കിടന്ന തെങ്ങിൽ ഇരുട്ടിൽ ബൈക്കിടിച്ച് നിജിൻ തെറിച്ച് റോഡിലേക്ക് വീഴുകയായിരുന്നു. ബോധരഹിതനായ റോഡിൽ വീണ് കിടന്ന ഇയാളെ രാവിലെ അതുവഴി വന്ന നാട്ടുകാരാണ് ആദ്യം കണ്ടത്. തുടർന്ന് അരിമ്പൂരിൽ നിന്നും ആംബുലൻസ് എത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ചികിത്സാ സഹായനിധി വാടാനപ്പള്ളി സർക്കിൾ ഇൻസ്പെക്ടർ ബിനു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം സുർജിത്ത്, സഹചാരി സെന്റർ പ്രവർത്തകനായ മുഹമ്മദ് സാബിർ, കാരുണ്യ പ്രവർത്തകനായ പ്രതാപൻ വാലാത്ത്, സന്തോഷ് വെളുത്തൂർ എന്നിവർ പങ്കെടുത്തു. അമ്പലപ്പറമ്പിലെ ആൽത്തറയിൽ പകലുറക്കം കളഞ്ഞ പാമ്പിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലുള്ള ആൽത്തറയിലായിരുന്നു സംഭവം. ആൽത്തറയിൽ പകൽ മയക്കത്തിലായിരുന്നയാളെ മുട്ടിയുരുമിക്കൊണ്ടാണ് പാമ്പ് ഇഴഞ്ഞു കയറിയത്. ആൽത്തറയിൽ ഉറക്കത്തിലായിരുന്ന ആൾ ബഹളം കേട്ട് ഉണർന്നതോടെ പാമ്പ് പാഞ്ഞുപോയി. വേഗത്തിൽ ഇഴഞ്ഞു നീങ്ങിയ പാമ്പ് സമീപത്തുള്ള ആൽത്തറയിലെ മാളത്തിൽ ഒളിച്ചതോടെ പരിഭ്രാന്തിയും അവസാനിച്ചു. പറമ്പിൽ പാർക്ക് ചെയ്ത വാഹനങ്ങൾക്കിടയിലൂടെയാണ് ചേരപ്പാമ്പ് വന്നത്. ആളുകൾക്കിടയിൽപ്പെട്ട പാമ്പ് പലയിടങ്ങളിലേക്കായി പായുകയായിരുന്നു. ആളുകൾ ബഹളം വെച്ചതോടെ ആൽത്തറയിലേക്ക് കയറുകയായിരുന്നു. കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ പണിമുടക്കി. പഴുന്നാനയിൽ ഫിദമോൾ ബസ് ഡ്രൈവർ ലിബീഷിനെ 2 അംഗ സംഘം കഴിഞ്ഞ ദിവസം ബസ്സിൽ കയറി ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കിയത്. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കുന്നംകുളം ഭാഗത്തുനിന്ന് പോവുകയായിരുന്ന ബസ്സിനെ റോഡിന് കുറുകെ ബൈക്ക് നിർത്തിയതിനു ശേഷം ബസ് തടഞ്ഞു നിർത്തി ബസ്സിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറിയ യുവാവ് ബസ് ഡ്രൈവറെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ ബസ് ഡ്രൈവർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കുന്നംകുളം പഴുന്നാനയിൽ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫിദാമോൾ ബസ്സിലെ ഡ്രൈവർക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. കുന്നംകുളത്ത് വീണ്ടും ആരാധനാലയത്തിൽ മോഷണം. പണവും നിരീക്ഷണ ക്യാമറയും കവർന്നു. കുന്നംകുളം കക്കാട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചാപ്പലിലാണ് മോഷണം നടന്നത്. മോഷ്ടാവ് ചാപ്പലിന്റെ ഗേറ്റിനോട് ചേർന്നുള്ള ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്ത് പണം കവർന്നു. തുടർന്ന് ചാപ്പലിന് പുറത്ത് സ്ഥാപിച്ചിരുന്ന ഒരു നിരീക്ഷണ ക്യാമറയും മോഷ്ടാവ് കവർന്നു. ചൊവ്വാഴ്ച രാവിലെ 6-ന് സമീപവാസികൾ ചാപ്പലിൽ വിളക്ക് തെളിക്കാൻ എത്തിയപ്പോഴാണ് മോഷണം നടന്നതായി അറിയുന്നത്. തുടർന്ന് ചാപ്പലിന്റെ ഭാരവാഹികളെ വിവരമറിയിക്കുകയായിരുന്നു. എല്ലാ ആഴ്ചയിലും തുറക്കുന്ന ഭണ്ഡാരമായതിനാൽ 3000 രൂപയോളം സംഖ്യ നഷ്ടപ്പെടാനാണ് സാധ്യതയെന്നും ഭാരവാഹികൾ അറിയിച്ചു. സംഭവത്തിൽ വികാരി ഫാദർ ഗീവറിയൽസ് വിൽസൺ, സെക്രട്ടറി ബിജു ചെറിയാൻ, ട്രസ്റ്റി ഗിൽബർട്ട് എസ് പാറമേൽ എന്നിവർ ചേർന്ന് കുന്നംകുളം പോലീസിൽ പരാതി നൽകി. പഴയന്നൂർ പുളിങ്കൂട്ടം സെന്ററിന് സമീപം സ്വകാര്യ ബസ്സിന് പിന്നിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവിന് പരിക്കേറ്റു. തിരുവല്ലാമല തൃശൂർ റൂട്ടിലോടുന്ന മുഫീന ബസ്സിന് പിറകിൽ ഇരുചക്ര വാഹനം ഇടിച്ചാണ് അപകടമുണ്ടായത്. ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെയാണ് സംഭവം. പഴയന്നൂർ തെക്കേത്തറ സ്വദേശി 18 വയസ്സുള്ള പാർത്ഥിപനാണ് അപകടത്തിൽ പരിക്കേറ്റത്. തലയ്ക്കും കാലുകൾക്കും ഗുരുതര പരിക്കേറ്റ യുവാവിനെ പഴയന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചൊവ്വന്നൂർ കല്ലഴിക്കുന്ന് വിളക്കുംതറ അമ്പലത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് മോഷണം. ഭണ്ഡാരത്തിലെ പണം കവർന്നു. ഇന്ന് പുലർച്ചെ 2 മണിക്ക് ശേഷമാണ് മോഷണം നടന്നതെന്നാണ് വിവരം. ഇന്ന് രാവിലെയാണ് ഭണ്ഡാരം തകർത്ത് മോഷണം നടന്ന വിവരം നാട്ടുകാർ അറിയുന്നത്. തുടർന്ന് കുന്നംകുളം പോലീസിൽ വിവരം അറിയിച്ചു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി. മോഷ്ടാവിനായി അന്വേഷണം ആരംഭിച്ചു. 3 മാസങ്ങൾക്ക് മുൻപാണ് അവസാനമായി ഭണ്ഡാരം തുറന്ന പണമെടുത്തത്. 3 മാസത്തോളം ഭക്തർ സമർപ്പിച്ച കാണിക്ക വലിയ സംഖ്യയുണ്ടാകുമെന്നാണ് നിഗമനം. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി.
സ്വർണം ഗ്രാമിന് 6710 രൂപ, പവന് 53,680 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തൈക്കാട്ടുശ്ശേരി റെയിൽവേ ഗേറ്റ് അടച്ചില്ല. സ്കൂൾ വാൻ ഡ്രൈവറുടെ മനസാന്നിധ്യം കൊണ്ട് വൻ ദുരന്തം ഒഴിവായി. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൊട്ടുച്ചിറ DMLP സ്കൂളിൽ ഗാന്ധി വിജ്ഞാന സദസ്സ് സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട കാർളം കീഴ്ത്താണിയിൽ തെരുവുനായി ആക്രമണത്തിൽ 6ഓളം പേർക്ക് പരിക്കേറ്റു. തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 6 മണി വരെ ഡോക്ടർമാരുടെ സേവനം നിർബന്ധമായും ഉണ്ടാകണമെന്ന നിർദ്ദേശം കാറ്റിൽ പറത്തി സമയക്രമം പാലിക്കാതെ കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നതിൽ പ്രതിഷേധം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.